കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഉത്സവാഘോഷങ്ങളിലൊന്നാണ് തളിപ്പറമ്പ് തൃച്ചംബരം ഉത്സവം. പൗരാണിക പ്രസിദ്ധമായ പെരുഞ്ചലൂർ ഗ്രാമത്തിലെ പുരാതന സംസ്കൃതിയുടെ പ്രതീകം കൂടിയാണിത്. ഉത്സവത്തോടനുബന്ധിച്ച് ഭക്തജനങ്ങൾക്ക് നവ്യാനുഭവമായി അപൂർവ സന്യാസി സംഗമത്തിന് തൃച്ചംബരം സാക്ഷിയായി. ശ്രീ രാഘവപുരം സഭായോഗത്തിന്റെയും തൃച്ചംബരം നടുവിൽ മഠം യജുർവേദ പാഠശാല കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് പൂർവ്വ സമ്പ്രദായത്തിൽ സന്യാസി സംഗമം നടന്നത്. വർഷങ്ങൾക്ക് ശേഷമാണ് ഈ അപൂർവ സന്യാസി സംഗമം തൃച്ചംബരത്ത് നടന്നത്. ജ്യേഷ്ഠാനുജന്മാരായ ബലഭദ്രനും ശ്രീകൃഷ്ണനും ആനന്ദ നൃത്തമാടുന്ന പ്രസിദ്ധമായ തൃച്ചംബരം ക്ഷേത്രത്തിലെ ഉത്സവം ഒരു സാംസ്കാരിക സംഗമ ഭൂമിയാകുന്നത് കേവലം ജനകീയ പങ്കാളിത്തം കൊണ്ടോ സാംസ്കാരിക പരിപാടികൾ കൊണ്ടോ മാത്രമല്ല, മഹത്തായതും പൗരാണികവുമായ ഒട്ടേറെ ആചാരങ്ങൾ കൊണ്ടും അതിന്റെ പവിത്രത കൊണ്ടും കൂടിയാണ്. ശ്രീ ശങ്കരാചാര്യ പാരമ്പര്യത്തിൽപ്പെടുന്ന കേരളീയ സന്യാസി പരമ്പരയിലെ സന്യാസി ശ്രേഷ്ഠർ ഉത്സവകാലത്ത് തൃച്ചംബരം ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുന്ന അത്യപൂർവമായ ചടങ്ങാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ശങ്കര പരമ്പരയിൽപ്പെട്ട സന്യാസിമാരായ തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർ ശ്രീമദ് വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ഭൂതികൾ, ഇടനീർ മഠം മൂപ്പിൽ സ്വാമിയാർ ശ്രീമദ് സച്ചിദാനന്ദ ഭാരതികൾ, നടുവിൽ സ്വാമിയാർ മഠം മൂപ്പിൽ സ്വാമിയാർ ശ്രീമദ് അച്യുതാനന്ദ ഭാരതികൾ, ശ്രീമദ് നാരായണ ബ്രഹ്മാനന്ദ തീർത്ഥ തൃക്കൈക്കാട്ട് മഠം മൂപ്പിൽ സ്വാമിയാർ, നടുവിൽ മഠം ഇളമുറ സ്വാമിയാർ, ശ്രീമദ് പാർത്ഥസാരഥി സ്വാമികൾ എന്നിവരാണ് ശനിയാഴ്ച വൈകുന്നേരം തൃച്ചംബരം ക്ഷേത്രത്തിൽ എഴുന്നള്ളിയത്. പൂർവകാലത്ത് ചാതുർമാസ്യ വ്രതകാലത്തിനു ശേഷം തീർത്ഥാടനത്തിനിറങ്ങുന്ന സന്യാസിമാർ പ്രതിവർഷം സംഗമിക്കാറുള്ളത് തൃച്ചംബരം ഉത്സവകാലത്താണ്. എന്നാൽ വർഷങ്ങളായി ഈ സംഗമം ഇവിടെ പതിവില്ല. ഉത്സവകാലത്ത് അതത് സന്യാസിമാർക്ക് ഒഴിവുള്ള ഏതെങ്കിലും ഒരു ദിവസം തൃച്ചംബരത്ത് വന്ന് നൃത്തത്തിൽ പങ്കെടുക്കുക മാത്രമായി പതിവ്. കേരളത്തിലെ 4 ശങ്കരമഠത്തിലെയും സന്യാസിമാർ പല ദിവസങ്ങളിലായി തൃച്ചംബരത്ത് ഉത്സവത്തിന് എത്താറുണ്ടെങ്കിലും നിലവിലുള്ള മുഴുവൻ സന്യാസി പരമ്പരയും ഒന്നിച്ച് തൃച്ചംബരത്തെത്തുന്നത് 1766 ഹൈദരാലിയുടെ പടയോട്ടത്തിന് ശേഷം ആദ്യമാണ്. ഉത്സവത്തിന്റെ ഭാഗമായുള്ള തൃച്ചംബരത്തപ്പന്റെയും മഴൂരപ്പന്റെയും തിടമ്പ നൃത്തത്തോടൊപ്പമാണ് സന്യാസിമാരുടെ അത്യപൂർവമായ നൃത്തങ്ങൾക്കും തൃച്ചംബരം സാക്ഷിയായത്. തൃച്ചംബരത്തപ്പനും മഴൂരപ്പനും നൃത്തം വച്ച് സന്യാസിമാരെയും സന്യാസിമാർ അതേസമയം തിരിച്ചും പ്രദക്ഷിണം ചെയ്യുന്നതാണ് ചടങ്ങ്. അത്യപൂർവമായ ചടങ്ങിന് സാക്ഷിയാവാൻ കഴിഞ്ഞത് ഭക്തരുടെ ഭാഗ്യമായി കരുതുന്നുവെന്ന് നടുവിൽ മഠം യജുർവേദ പാഠശാല കമ്മിറ്റി പ്രസിഡന്റ് മേപ്പള്ളി നാരായണൻ നമ്പൂതിരി പറഞ്ഞു. വളരെ പുരാതന കാലം മുതൽക്ക് തന്നെ തൃശ്ശൂരും തൃച്ചംബരത്തുമായിട്ട് 4 മഠങ്ങൾ ശങ്കരാചാര്യരുടെ നേരിട്ടുള്ള ശിഷ്യന്മാർ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. തൃച്ചംബരത്തെ മഠങ്ങൾ കാലക്രമേണ അവഗണനയിൽപ്പെട്ട് പ്രവർത്തനം നിലച്ച മട്ടായിരുന്നു. ഏകദേശം ഒരു 10 കൊല്ലത്തിന് മുമ്പേ ധർമ്മസ്നേഹികളായ ചില പ്രവർത്തകർ, ചില സംഘടനകൾ ഈ മഠങ്ങൾ പുനരുദ്ധരിക്കുന്നതിന് മുന്നോട്ട് വരികയും ഇന്ന് നടുവിൽ മഠം എന്ന് ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ കാണുന്ന ഈ മഠത്തിൽ ആ മഠത്തിൻ്റെ പുനരുദ്ധാരണം നിർവഹിച്ച് കെട്ടിടം ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് വേദപാഠശാല വേണ്ടതുപോലെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൃഷ്ണയജുർവേദത്തിൻ്റെ സംഹിത ചൊല്ലാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ള ഒരു ലക്ഷ്യം. 8ഓളം കുട്ടികൾ ഇവിടെ താമസിച്ച് പഠിക്കുകയാണ്. ഈ വേദപഠനം സ്കൂൾ പഠനത്തിൻ്റെ കൂടെ തന്നെയാണ്.
രാവിലെ സ്കൂൾ പോകുന്നതിന് മുമ്പേ ഓത്ത് ചെല്ലുക, അതാണ് വേദപഠനത്തിന് മലയാളത്തിലുള്ളൊരു വാക്ക്. കുട്ടികളെ കൊണ്ട് ഓത്ത് ചെല്ലിപ്പിക്കുന്നു. അതിനായിട്ടൊരു ആചാര്യൻ ഇവിടെ ഉണ്ട്. വൈകുന്നേരം സ്കൂളിൽ നിന്ന് വിട്ടു വന്നാലും സന്ധ്യാവന്ദനത്തിന് ഒഴി പിന്നെയും ഓത്ത് ചെല്ലുക. അപ്പോൾ ഈ കൃഷ്ണയജുർവേദത്തിൻ്റെ സംഹിത, തൈത്തിരീയ സംഹിത എന്നാണ് അതിനെ പറയുന്നത്. ഈ തൈത്തിരീയ സംഹിതക്ക് 44 പർച്ചം, അങ്ങനെയാണ് മലയാളത്തിലുള്ള ഒരു പ്രയോഗം. 7 കാണ്ഡം, 44 പർച്ചം. ഇത് മുഴുവൻ സ്വരിച്ച് ചെല്ലാൻ ഇവിടെയുള്ള കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഈ പഠന വിധിയുടെ ഒരു ലക്ഷ്യം. അതിപ്പോൾ ഏറെക്കുറെ ഭംഗിയായിട്ട് തന്നെ പോകുന്നുണ്ട്. ചില പ്രശ്നങ്ങളുണ്ടാവും. അത് ഏത് പ്രസ്ഥാനത്തിനും ഏത് സംഘടനക്കും ഉണ്ടാവുന്നത് പോലെ സാമ്പത്തികമായിട്ടുള്ള ചില പോരായ്മകൾ ഉണ്ട്. ധാരാളം ധർമ്മസ്നേഹികൾ ഇതിനു വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട് സഹായിക്കാൻ. അപ്പോൾ ഇപ്പോൾ എങ്ങനെയായാലും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. 8 കുട്ടികൾ ഇവിടെ താമസിച്ച് പഠിക്കുന്നുണ്ട്. ഇന്ന് ഏറ്റവും വലിയൊരു സുദിനം എന്ന് പറയാൻ പറ്റുന്നത് ഈ 4 മഠത്തിൻ്റെ അധിപന്മാരായ സ്വാമിയാർമാർ തൃച്ചംബരം ഉത്സവത്തോടനുബന്ധിച്ച് ഇവിടെ എഴുന്നള്ളിയിട്ടുണ്ട്. അവരുടെ പൂജാപരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ വെച്ച് നമസ്കാരം എന്ന ഒരു കർമ്മം, അതായത് ഈ വന്നിരിക്കുന്ന സ്വാമിയാർമാരെ വേണ്ടതുപോലെ ആദരിച്ച് നമസ്കരിക്കുക. വേദപരിരക്ഷക്കും വേദപ്രചരണത്തിനും ആഗ്രഹിക്കുന്ന എല്ലാവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതിനു വേണ്ടി ഞങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള സഹകരണവും ഞങ്ങൾക്ക് സപ്പോർട്ടും എല്ലാവരിൽ നിന്നും ഉണ്ടാവണമെന്നാണ്. ഈ 4 മഠങ്ങൾ 4 വേദങ്ങൾക്ക് വേണ്ടിയാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഇപ്പോൾ കൃഷ്ണയജുർവേദം പഠനം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക്. ഇപ്പോൾ കേരളത്തിന് തൃച്ചംബരത്തിന് പുറത്ത് ഋഗ്വേദവും സാമവേദവും ഇതുപോലെ ഓരോ സ്ഥാപനങ്ങളിൽ കുട്ടികൾ താമസിച്ച് പഠിക്കുന്നുണ്ട്. റെസിഡൻഷ്യൽ കോഴ്സ്. ഏറ്റവും മനോഹരമായ, ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സംഗതി എന്താണെന്ന് പറഞ്ഞാൽ തൃച്ചംബരത്തപ്പനുമായിട്ട് ഈ മഠങ്ങൾക്കുള്ള ബന്ധമാണ്. ഈ മഠങ്ങൾ സ്വാമിയാർ ആഗതരാകുമ്പോൾ തൃച്ചംബരത്ത് തൊഴാൻ പോകാറുണ്ട്, ദർശനം. അതിൻ്റെതായുള്ള ചിട്ടകളുണ്ട്. സ്വാമിയാർ ഇവിടുന്ന് പുറത്തിറങ്ങണമെങ്കിൽ, അമ്പലത്തിലേക്ക് പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ കുത്തുവിളക്കും ശംഖും നിർബന്ധമായിട്ടുണ്ടാവണം. അപ്പോൾ അതും എടുത്തിട്ട് ആൾക്കാർ ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ടാണ് തൃച്ചംബരം അമ്പലം ദർശനം. ഉത്സവക്കാലത്താണെങ്കിൽ അതിവിശേഷമായൊരു സംഗതി എന്താണെന്ന് പറഞ്ഞാൽ, രാവിലെ മോലോത്ത് നൃത്തത്തിനായിട്ട് ഭഗവാൻ 2 പേരും കൂടി പുറത്തിറങ്ങുന്ന സമയത്ത് തെക്ക് പടിഞ്ഞാറേ മൂലക്കുള്ള അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ സ്വാമിയാർമാർ അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇവിടെ വന്ന സമയമാണെങ്കിൽ അവിടെ ഉണ്ടാവും. പ്രത്യേകമായിട്ട് ഇതുപോലെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ കാത്തു നിൽക്കുകയാണ്. അത് കഴിഞ്ഞാൽ ദേവന്മാർ സ്വാമിമാരെ പ്രദക്ഷിണം വെക്കുകയാണ്. അത്രത്തോളം അവരുടെ മഹത്വമുണ്ട്. ഈ ഈശ്വരന്മാർ ശ്രീകൃഷ്ണനും ബലരാമനും ഇവിടെ വന്നിരിക്കുന്ന സ്വാമിമാരെ പ്രദക്ഷിണം വെക്കുകയാണ്. അപ്പോൾ ഇവരും അതുപോലെ പ്രദക്ഷിണം വെക്കും, നൃത്തത്തോട് കൂടിയിട്ടുള്ള പ്രദക്ഷിണം. അത് കാണാനുള്ളൊരു അതിരസകരമായിട്ടുള്ള സംഗതിയാണ്, മനോഹരമായിട്ടുള്ളൊരു സംഗതിയാണ്. അത് കഴിഞ്ഞാൽ ചിട്ടപ്രകാരം തൃച്ചംബരത്ത് അമ്പലത്തിന് പ്രദക്ഷിണം വെക്കും. ആ കൂട്ടത്തിൽ സ്വാമിയാരും ഉണ്ടാവും. അത് കഴിഞ്ഞ് സ്വാമിയാർ അതേ സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ അവരെ ദേവന്മാർ അവരെ യാത്രയാക്കുകയാണ്. ഇത് കാണേണ്ട ഒരു കാഴ്ചയാണ്, മനോഹരമായൊരു കാഴ്ചയാണ്, ഹൃദയാവർജകമായൊരു കാഴ്ചയാണ്.
ശ്രീ രാഘവപുരം സഭായോഗത്തിന്റെയും തൃച്ചംബരം നടുവിൽ മഠം യജുർവേദ പാഠശാല കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് ഇത്തവണ സന്യാസി സംഗമം പൂർവ്വ സമ്പ്രദായത്തിൽ നടന്നത്. കഴിഞ്ഞ ശനിയാഴ്ച തൃച്ചംബരത്തെത്തിയ സന്യാസിമാർ വിധിപ്രകാരം ക്ഷേത്ര ദർശനം നടത്തി. തുടർന്ന് ഞായറാഴ്ച രാവിലെ 6 മണിക്കുള്ള മോലോത്ത് നൃത്തത്തിൽ തൃച്ചംബരത്തപ്പനോടൊപ്പം ആനന്ദ നൃത്തമാടാൻ സന്യാസിമാർ സന്നിഹിതരായി. തുടർന്ന് 8 മണിയോടെ തൃച്ചംബരം നടുവിൽ മഠത്തിൽ ഭിക്ഷ അമൃതേത്തും നമസ്കാരവും നടന്നു. ഈ സമയത്ത് ഭക്തജനങ്ങൾക്കും വച്ചു നമസ്കരിക്കാൻ അവസരമൊരുക്കിയിരുന്നു. ക്ഷേത്രത്തിലെത്തിയ സന്യാസിമാരെ TTK ദേവസ്വം പ്രസിഡന്റ് TP വിനോദ് കുമാർ, എക്സിക്യൂട്ടീവ് ഓഫീസർ KP വിനയൻ, ഭാരവാഹികൾ, ഊരാള കുടുംബാംഗങ്ങൾ, രാഘവപുരം സഭായോഗം പ്രസിഡന്റ് ശ്രീകാന്ത് ഭട്ടതിരി, നടുവിൽ മഠം പ്രസിഡന്റ് മേപ്പള്ളി നാരായണൻ നമ്പൂതിരി, MM വാമനൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്വീകരിച്ചത്.